അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തിൻ്റെ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതായ സമയത്തെക്കുറിച്ചും ദിവസത്തെക്കുറിച്ചും വഫാത്തായതായ സമയത്തെക്കുറിച്ചും ദിവസത്തെക്കുറിച്ചുമാണ്. ഇതിന് മറുപടിയായിട്ട് വളരെ നിരത്തി പരത്തി സംസാരിച്ചതായ മഹാവ്യക്തിത്വമായ അൽ അല്ലാമ അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഖസ്തലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാകുന്ന അൽ മവാഹിബുൽ ലദുന്നിയ ബിൽ മിനഹിൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ നിന്നിട്ടാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അദ്ദേഹം ഹിജറ 851 ജനിച്ച് 923 മരിച്ചതായ ഷാഫി പണ്ഡിതന്മാരിൽ പ്രഗത്ഭനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം കേരളത്തിലും മൈസൂർ സ്റ്റേറ്റിലും ഇന്ത്യയിലും ആസകലം പള്ളി ദർസുകളിലും മറ്റു ലൈബ്രറികളിലുമെല്ലാം വ്യാപകമായി കിടക്കുന്നതായ മഷ്ഹൂറായ മാറൂഫായ ഗ്രന്ഥമാണ്. അദ്ദേഹം ഇർഷാദുസ്സാരി എന്ന പേരിൽ ഫതഹുൽ ബാരിയെ പോലെ സഹീഹുൽ ബുഖാരിയുടെ ഷറഹ് 10 വാള്യം എഴുതിയതായ വ്യക്തിത്വമാണ്. എന്ന് മാത്രമല്ല, ലതായിഫുൽ ഇഷാറാത്ത് ലി ഫുനൂനിൽ ഖിറാആത്ത് എന്ന ഖിറാആത്തിനെ കുറിച്ചുള്ളതായ 10 വാള്യമുള്ള ഗ്രന്ഥം, അത് ഞങ്ങൾ ഖുർആൻ പ്രിന്റിംഗ് കോംപ്ലക്സിൽ മദീനത്തിൽ ഞാൻ അവിടെ ജോലി ചെയ്ത കാലഘട്ടത്തിൽ തഹ്ഖീഖ് ചെയ്ത് അച്ചടിച്ചതായ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൻ്റെയും ഉടമയാണ് ഈ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ഞാൻ ഉദ്ധരിച്ചതായ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ മറുപടി നൽകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതായ വർഷത്തെക്കുറിച്ച്, അത് ഗജവത്സരമാകുന്ന ആനക്കലഹം നടന്നതായ ആ കൊല്ലത്തിൽ, പക്ഷേ ആ കാലത്തിൽ ഏത് കൊല്ലമാണ് അതിൽ 6 അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി ജനിച്ചതായ മാസത്തെക്കുറിച്ച് അവിടെയും 6 അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 അഭിപ്രായമാണ് റസൂലുള്ളാഹി ജനിച്ച മാസത്തെക്കുറിച്ച് പറഞ്ഞത്. അക്കൂട്ടത്തിൽ മുഹറം മാസം വരെ പറഞ്ഞിട്ടുണ്ട്. ഈ മുഹറം മാസത്തിൽ ആശൂറ ദിവസത്തിലാണ് എന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഗുന്നിയ ലി താലിബ് തരീഖുൽ ഹഖ് എന്ന ഗ്രന്ഥത്തിലും കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ റസൂലുള്ളാഹി ജനിച്ചതായ ടൈമിനെ കുറിച്ച് ഏത് തീയതിയിലാണ് എന്നതിനെക്കുറിച്ച് 9 അഭിപ്രായമാണ് ഈ ഖസ്തലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ലദുന്നിയയിൽ ഉദ്ധരിച്ചത്. 9 അഭിപ്രായമാണ്. എന്നാൽ അതേസമയത്ത് ഏത് ദിവസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി ഒറ്റൊരഭിപ്രായമാണ്. എന്തുകൊണ്ട്? അവിടെ തെളിവുണ്ട്. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തിനാണ് തിങ്കളാഴ്ച ദിവസം നോമ്പ് പിടിക്കുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകി, ദാക യൗമുൻ ഉലിത്തു ഫീഹി, എന്നെ ജനിച്ച ദിവസമായതുകൊണ്ടും ഉബിഉസ്തു ഫീഹി, എനിക്ക് അല്ലാഹു ബിഅ്തത്ത് നൽകിയ എന്നെ ദൂതരായി നിയോഗിച്ചതായ ദിവസമായതുകൊണ്ടും ഔ ഉൻസില അലയ്യ ഫീഹി, എനിക്ക് ഖുർആൻ ഇറക്കിയതായ ദിവസമായതുകൊണ്ടും എന്നായിരുന്നു മറുപടി നൽകിയത്. ഈ വാക്കിനെ, ഈ പ്രവചനത്തെ ആസ്പദമാക്കിയിട്ടാണ് ഒറ്റൊരഭിപ്രായം രേഖപ്പെടുത്തിയത് ഖസ്തലാനി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി ജനിച്ച ദിവസത്തെക്കുറിച്ച്. എന്നാൽ സഹോദരൻ ചോദിച്ചതുപോലെ ആ ദിവസത്തിൽ ഏത് ടൈമിലാണ് എന്നതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അതിനുള്ള മറുപടി 4 അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെയാണ്, വൈകുന്നേരമാണ്, അങ്ങനെ 4 അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ അഭിപ്രായത്തെ ആസ്പദമാക്കിയിട്ടാണ് നമുക്കറിയാവുന്നതുപോലെ സൗദി അറേബ്യയിൽ ആസകലം ഭക്തജനങ്ങൾ തിങ്കളാഴ്ച ദിവസം നോമ്പ് പിടിക്കുന്നു എന്നല്ലാതെ തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ പേക്കൂത്തുകളും ഘോഷയാത്രകളും അനാചാരങ്ങളും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസത്തിൽ വരെ റബീഉൽ അവ്വൽ മാസം 12 വരികയാണെങ്കിൽ റസൂൽ ജനിച്ചു എന്ന പേരിൽ അവർ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് ബിരിയാണി തീറ്റിക്കുകയും ഭക്ഷണം വിതരണം ചെയ്യുകയും ഹലവിയാത്തുകളും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയുമാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇവിടെ കാട്ടാറില്ല. ഇവിടെ സൗദി അറേബ്യയിൽ നമുക്കറിയാവുന്നതുപോലെ സൗദി അറേബ്യയിൽ ആസകലം ഭക്തജനങ്ങൾ നോമ്പ് പിടിക്കുന്നു. മക്കത്തും മദീനത്തും പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസത്തിൽ റമദാൻ മാസത്തിൽ സുഫ്ര
അവർ പിരിക്കാറുള്ളത് പോലെ പിരിക്കുന്നതായിട്ട് ഞങ്ങൾ നേരിട്ട് കാണുന്നു. നിങ്ങൾക്ക് ലോകത്തിൻ്റെ നാനാ തുറകളിൽ താമസിക്കുന്നവർക്ക് വാർത്താവിനിമയങ്ങളിലൂടെ ടെലിവിഷനിൽ കൂടെ കാണാവുന്നതാണ്. ഈ ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പിന്തുടർച്ച കൈക്കൊള്ളാൻ വേണ്ടി ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തതാണ് ജന്മദിനാഘോഷം കൊണ്ടാടുക എന്നത് കാരണത്താൽ ഇവിടെ റസൂലോ സഹാബത്തോ താബിഈങ്ങളോ താബിഈങ്ങളോ മദ്ഹബിൻ്റെ ഇമാമികളോ ചെയ്യാത്തതായതുകൊണ്ട് അവരതിനെ നിർത്തിവെച്ചതും വേണ്ടാന്ന് വെച്ചതുമാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളോട് അഹ്ലി കിതാബികളോട് തുല്യത വരിക എന്നതായ തെറ്റും അതിൽ വരുന്നുണ്ട്. അതിൽ നിന്നിട്ടും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആ രൂപത്തിൽ ജന്മദിനാഘോഷം കൊണ്ടാടുക എന്നത് വേണ്ട എന്ന് വെച്ചത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരു വിഭാഗത്തോട് തുല്യപ്പെട്ടാൽ അവരിൽ പെട്ടുപോകും. അപ്പോൾ ക്രിസ്ത്യാനികളെക്കുറിച്ച് റസൂലുള്ള പ്രത്യേകം പറഞ്ഞതാണ് അഹ്ലി കിതാബുകളെക്കുറിച്ച്, ലതത്തബിഉന്ന സനന മൻ കാന ഖബലക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതായ ജൂത ക്രിസ്ത്യാനികൾ ചാണായിട്ട് മുഴമായിട്ട് അവർ കാട്ടിയതുപോലെ നിങ്ങളും കാട്ടുമെന്ന് റസൂലുള്ള പറഞ്ഞതായ ആ അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ എന്ത് ചെയ്യാത്തത്, ജന്മദിനാഘോഷം കൊണ്ടാടാത്തത്. റസൂലുള്ളാഹിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട് എന്നത് സ്ഥാപിക്കപ്പെടുകയാണ് ഇവിടെയുള്ളതായ എല്ലാ ശർഈയായ നീക്കം നാം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക. അടുത്ത കാലഘട്ടത്തിൽ ദമ്മാമിൽ ഒരു അമുസ്ലിം സുഹൃത്ത് റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചപ്പോൾ, റസൂലുള്ളാഹിനെ വാട്സാപ്പിൽ കൂടി ചീത്ത പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 5 കൊല്ലം ശിക്ഷാ നടപടികൾ കൈകൊണ്ട് ജയിലിൽ തടയപ്പെട്ട് ജയിൽ വാസിയാക്കപ്പെട്ടു. അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ്. 2 ലക്ഷത്തോളം സൗദി റിയാൽ വരെ അദ്ദേഹത്തിന് ഫൈനായിട്ട് അടക്കാൻ വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തൊട്ട് കളിക്കുന്ന, അവരെക്കുറിച്ച് സംസാരിക്കുന്ന വിഭാഗത്തെ അവർക്കെതിരിൽ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ശിക്ഷാ നടപടികളും കൈക്കൊള്ളുന്നതായിട്ട് നാം കാണുമ്പോൾ അതിൽ നിന്നിട്ട് നാം ഇവർക്ക് റസൂലുള്ളാഹിയോട് സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വെറും റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല റസൂലുള്ളാഹിയോടുള്ളതായ ആ ബന്ധവും ആ സ്നേഹവും സ്ഥാപിക്കാൻ വേണ്ടി 360 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇവിടെയുള്ളതായ മദ്രസകളിലും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പള്ളികളിലും ഖുതുബോതുന്നതായ മിമ്പറുകളുടെ മീതെയും ഇന്ന് വരേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളിയിലും ക്ലാസ്സുകളിൽ റസൂലുള്ളാഹിനെ കുറിച്ച് സ്തുതി കീർത്തനങ്ങളും മദ്ഹുകളും ഹിസ്റ്ററികളും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇവിടുത്തെ ഇമാമികളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിലൊന്നും ഇവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത് ഒരു പ്രത്യേക ദിവസത്തെ നിർണയിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണെന്ന് ഉറപ്പുള്ള ദിവസത്തെ ഷിയാക്കൾ കാട്ടിയതുപോലെ ആ ദിവസത്തിൽ ആഘോഷം കൊണ്ടാടുക. റസൂലുള്ള മരിച്ച ദിവസമാണെന്ന് ഉറപ്പുള്ള, റസൂലുള്ള ജനിച്ച ദിവസം ഏതാണ് എന്നതിൽ ഞാൻ പറഞ്ഞു അഭിപ്രായ വ്യത്യാസമുണ്ട്. ജനിച്ച ദിവസത്തിലാണ് അഭിപ്രായ വ്യത്യാസം. റസൂലുള്ള മരണപ്പെട്ട ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആ അഭിപ്രായ വ്യത്യാസമില്ലാത്ത റബീഉൽ അവ്വൽ മാസമാണ്, 12-ാം ദിവസമാണ്, ദുഹാ സമയത്താണ് എന്നൊക്കെ ഉറപ്പുള്ള ദിവസത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ പേക്കൂത്തുകളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത, റസൂലുള്ളാഹിനെ വേണ്ടതുപോലെ സ്നേഹിക്കാൻ അറിയാത്ത വിഭാഗമാകുന്ന ഷിയാക്കൾ കാട്ടിയതും അവർ തുടങ്ങി വെച്ചതുമായ അനാചാരങ്ങൾ ലോകത്തിൽ പലയിടങ്ങളിലും ഷിയായിസം പേറി നടക്കുന്നവർ ഷിയാക്കളെ അനുകരിച്ചുകൊണ്ട് കാട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അത് ഇവിടെ ചെയ്യാറില്ല. അത് ചെയ്യാത്തതിൻ്റെ കാരണം തന്നെ അങ്ങനെ ചെയ്തവർ ഇസ്ലാമിൻ്റെ കഠിന ആയിരുന്നതായ ഉബൈദികൾ എന്ന പേരിൽ അറിയപ്പെട്ട ഫാത്തിമീസത്തിൻ്റെ ഉടമകളായ ഷിയാക്കളാണ് ഇത് തുടങ്ങി വെച്ചത് 4-ാം നൂറ്റാണ്ട് മുതൽ. അവർ ചെയ്തതായ പേക്കൂത്തുകളും തോന്നിവാസങ്ങളും ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വെറുപ്പിക്കലും, ആദ്യമായിട്ട് അള്ളാഹുവിനെ വെറുപ്പിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കലും യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർക്ക് പാടില്ല എന്നതുകൊണ്ടാണ് ആ ദിവസത്തിൽ അങ്ങനെയുള്ള അനാചാരങ്ങൾ ഇവിടെ ചെയ്യാത്തതും പ്രവർത്തിക്കാത്തതും. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി ജനിച്ച ദിവസവും ഏതാണെന്നതും ടൈം ഏതാണെന്നുള്ളതും മരണപ്പെട്ട ദിവസം ഏതാണെന്നുള്ളതൊക്കെ ഇതോടുകൂടി നമുക്ക് അറിയാൻ സാധിച്ചു ആധികാരിക ഗ്രന്ഥങ്ങളിലൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.